അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. ഒരു നവനാസ്തികനായ ഒരാളുടെ ഇസ്ലാം വിരോധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഇന്നലത്തെ ആരിഫ് ഹുസൈൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ഇട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പോലും എത്രമാത്രം ഇസ്ലാമിനോടുള്ള ഒരു വിരോധം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ടി മുഹമ്മദ് സാഹിബ് നാസ്തികതയെക്കുറിച്ച്, നവനാസ്തികതയെക്കുറിച്ച്, അതിൻ്റെ അടിത്തറകളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഈ നവനാസ്തികതയോടുള്ള എൻഗേജ്മെൻറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലൊക്കെയും വളരെ സജീവമായി ഈ നാസ്തികവാദങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള എൻഗേജ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എൻഗേജ്മെൻറ്റുകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ തന്നെ, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ട്രഡീഷൻ എടുത്തു നോക്കിയാൽ തന്നെ ഇതൊരു പുതിയ പ്രതിഭാസമല്ല ഈ എൻഗേജ്മെൻറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പറയപ്പെടുന്ന ഈ യുക്തിവാദം അല്ലെങ്കിൽ ഈ നാസ്തികത അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെയും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചരിത്രത്തിൽ അത്തരം വാദങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഇതിനോട് എൻഗേജ് ചെയ്തിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ അവർ ഏതൊക്കെ രൂപത്തിലാണ് ഇതിനോട് എൻഗേജ് ചെയ്തത് എന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അതിൽ പലതരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ എത്തീസത്തോടുള്ള നമ്മളുടെ ഡിബേറ്റിൽ, അതിൻ്റെ കൗണ്ടറിൽ, അതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചരിത്രത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഇത്തരം വാദങ്ങളോട് എൻഗേജ് ചെയ്തതിനോടുള്ള കുറേ ക്രിറ്റിക്സ് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ നടത്തുന്നുണ്ട്. ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് റിലീജിയസ് തോട്ട് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു കാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഈ ഗ്രീക്ക് തത്വചിന്തയിൽ നിന്ന് ഉത്ഭവം കൊണ്ട നിരീശ്വരവാദത്തോട്, ദൈവനിഷേധങ്ങളോട്, അതിനോട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അതേ യുക്തിബോധത്തെ കടമെടുത്തുകൊണ്ട് എൻഗേജ് ചെയ്തതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും, അത് മുസ്ലിം ഇന്റലക്ച്വൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ എത്രമാത്രമാണ് അതിൽ അകപ്പെടുത്തി കളഞ്ഞത്. 2 നൂറ്റാണ്ട് കാലം മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഇന്റലക്ച്വൽ അതിൻ്റെ ഒരു മുന്നേറ്റത്തെ സാരമായി ബാധിച്ചത് ആ എൻഗേജ്മെന്റിൽ അവരുടെ അതേ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളിപ്പോൾ ശാസ്ത്രീയമായി അല്ലെങ്കിൽ പല വിഷയങ്ങളെയും നമ്മൾ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി, ലിബറലിസത്തെ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് ഹോമോസെക്ഷുവാലിറ്റി എത്രമാത്രം മനുഷ്യന് പ്രശ്നമാണ് എന്നതിനെ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സയന്റിഫിക് സ്റ്റഡീസ് എടുത്തുകൊണ്ട് ഉദ്ധരിക്കും. അപ്പോൾ അത് അതിനുള്ള ഒരു മറുപടി ആയിരിക്കും. അപ്പോൾ ഹോമോസെക്ഷലായ ആളുകൾക്കിടയിൽ നടത്തിയ ശാസ്ത്രീയമായ പഠനത്തിൽ ഇന്ന അസുഖങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അവരിൽ കാണപ്പെടുന്നു, അതുകൊണ്ട് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അത് മനുഷ്യരാശിക്ക് അപകടമാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് ആ രീതിയിലുള്ള പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് തിരിച്ചതേ പഠനങ്ങൾ ഉണ്ടാവും. തിരിച്ചതേ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെറ്ററോസെക്ഷലായ ആളുകൾക്കിടയിലാണ് ഇന്ന അസുഖങ്ങൾ കൂടുതലുള്ളത് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ കൗണ്ടർ ചെയ്യേണ്ടതില്ല എന്നല്ല, പക്ഷേ അത്തരം എൻഗേജ്മെന്റുകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് അത് അതേപോലെ തന്നെ തിരിച്ചും അത്തരം വാദങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രെയിം വർക്ക്, നമ്മൾ എന്ത് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒന്ന് നമുക്കിടയിലുള്ള ഒരു ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇസ്ലാമാണോ നാസ്തികതയാണോ യുക്തി? അങ്ങനെയുള്ള ചർച്ചകൾ കാണാൻ കഴിയും, ഡിബേറ്റ് കാണാൻ കഴിയും. ഇസ്ലാമാണോ യുക്തി അഥവാ നാസ്തികതയാണോ യുക്തി? അപ്പോൾ ഈ ചർച്ചയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്,
ഇത് യുക്തിയെ അതിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും അതിൽ നടക്കുക. അപ്പൊ അവിടെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ TM സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം യുക്തിയെ കാണുന്നത് എങ്ങനെയാണ്? അത് അറിവിന്റെ ഒരു വഴി മാത്രമായിട്ടാണ് യുക്തിയെ കാണുന്നത്. യുക്തിക്ക് അപ്രമാദിത്വം ഇസ്ലാം നൽകുന്നില്ല. എന്നാൽ നാസ്തികത, അത്തരം വാദങ്ങൾ എന്ന് പറയുന്നത് യുക്തിയെയാണ് അപ്രമാദിത്വം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ യുക്തിവാദം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാം വിമർശനങ്ങളെ നമ്മൾ സെയിം യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൗണ്ടർ ചെയ്യുമ്പോൾ അതിന് കുറെ പരിമിതികൾ ഉണ്ടാവും. നമ്മൾ ചില വാദങ്ങളെയൊക്കെ നമുക്ക് നമ്മളുടേതായ ഒരു യുക്തി വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളെയും നമ്മളുടേതായ യുക്തി കൊണ്ട് മാത്രം കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ ഉണ്ട്, അല്ലെങ്കിൽ പടച്ചോനാണ് ഏക ദൈവം, തൗഹീദ് എന്ന് പറയുന്നത്, അതിനെ ഒരാൾക്ക് മനസ്സിലാകാനും ബോധ്യപ്പെടാനും ഒരു യുക്തി അതിൽ ചിലപ്പോൾ പ്രധാനമായിട്ട് വരും. കാരണം ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നതിനെ ബോധ്യപ്പെടാനുള്ള ആ ഒരു യുക്തിപരമായിട്ടുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും ഒക്കെ ഒരാൾക്ക് വിശ്വാസത്തിന് അനിവാര്യമായിട്ട് വരും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പിന്നെ യുക്തി വേണമെന്നില്ല. യുക്തി വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ യുക്തിപരമായി നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. കാരണം അത് വിശ്വാസത്തിന്റെ അനിവാര്യ താല്പര്യമാണ്. കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിയുന്നതോടുകൂടി പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ആ അള്ളാഹു എന്ന് പറയുന്നത് അവൻ ചെയ്യുന്നതൊക്കെ യുക്തിയിൽ അധിഷ്ഠിതമാണ് എന്നും അവൻ നീതിമാനാണ് എന്നും അവൻ ഒരിക്കലും മനുഷ്യരോട് അനീതി ചെയ്യില്ല എന്നും ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അനിവാര്യമായ കുറെ താല്പര്യങ്ങൾ ഉണ്ടാവും. ആ താല്പര്യങ്ങളിൽ പ്രധാനമാണ് അള്ളാഹു കൽപ്പിച്ചതിലും അള്ളാഹു പറഞ്ഞതിലും അള്ളാഹു നിർദ്ദേശിച്ചതിലുമൊക്കെ പൂർണ്ണമായി യുക്തി ഉണ്ടാകും എന്ന് വിശ്വസിക്കല്. അപ്പൊ പിന്നെ അതിലെ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ഇതെങ്ങനെയാണ് യുക്തിപരമാകുന്നത് എന്ന് നമുക്ക് സ്വയം തന്നെ ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരൊരാൾക്ക് യുക്തിപരമായി ബോധ്യപ്പെടുത്താനോ കുറെ പരിമിതികൾ ഉണ്ടാകും. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അവിടെ ഒരാൾക്ക് യുക്തിപരമായിട്ട് ബോധ്യപ്പെടേണ്ട. അതിനപ്പുറം ഉള്ള കാര്യങ്ങൾ ഓരോന്നും അങ്ങനെ ബോധ്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന പരിമിതി അതിൽ വരാനുള്ള ധാരാളം സാധ്യതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ യുക്തി എന്ന് പറയുന്നത് ഇപ്പോൾ റേഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലർ അല്ല എന്ന് നമുക്കറിയാം. കാരണം അതൊരു സിംഗുലർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും അതിനെ അവതരിപ്പിക്കാറുള്ളത്. കാരണം അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ലാത്ത ഒരു സംഗതിയായിട്ട് റാഷണാലിറ്റി അവതരിപ്പിക്കും. പക്ഷേ റാഷണാലിറ്റി എന്ന് പറയുന്നത് പ്ലൂറലാണ്. നമുക്കറിയാം അതിനെ വ്യത്യസ്ത രീതിയിലാണ് അത് വന്നിട്ടുണ്ടാവുക. അതിനെ ഏതിനെയാണ് നമ്മൾ അവലംബമാക്കുക? അപ്പോൾ ഒരാൾക്ക് യുക്തിപരമായിട്ട് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാളുടെ യുക്തിയിൽ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഏത് യുക്തിയെയാണ് നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമൊക്കെ അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിന്റെ പ്രശ്നം അത് തന്നെയാണ്. ഇനി രണ്ടാമത്തേത് നമ്മൾ ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കൗണ്ടറായിട്ട് ഇതിനെ പ്രതിരോധിക്കുമ്പോൾ പലപ്പോഴും ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട്, ഇസ്ലാമിൽ അങ്ങനെയുണ്ട്, ഇസ്ലാമിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതിൻ്റെയും ഈ പ്രശ്നം ഈ പരിമിതികൾ അതിലുണ്ടാകും. ലിബറലിസം ഒക്കെ മുന്നോട്ട് വെക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിന്റെ ഒരു രീതിയിലാണോ ഇസ്ലാം സ്വാതന്ത്ര്യത്തെ കാണുന്നത്? ഇസ്ലാമിന് അടിസ്ഥാനപരമായി അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പൊ മനുഷ്യനെ കുറിച്ച് ഇപ്പൊ ലിബറലിസത്തിന്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹ്യൂമൻ സെൻട്രിക് ആയ ഒരു ഐഡിയ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് അതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് നമുക്കറിയാം ഗോഡ് സെൻട്രിക് ആയ ഒരു ആശയം കൂടിയാണ്. അതുകൊണ്ട് ദൈവമാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ളത്, കേന്ദ്രസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു പൊസിഷൻ എന്താണ് എന്ന് പറയുന്നത് അവിടെ പ്രധാനമാണ്. നമ്മളൊക്കെയും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാറുള്ള ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ അബ്ദ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ്, അതായത് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് എത്രത്തോളം നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെതായ പരിമിതികൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഡിബേറ്റിൽ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ വിഷയം. പിന്നെ ശാസ്ത്രീയം എന്ന് പറയുന്ന കാര്യം നമ്മൾക്കറിയാം. നമ്മൾ പലപ്പോഴും പല വാദങ്ങളും സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്
അത് ശാസ്ത്രീയമാണ്, ഇസ്ലാമിലുള്ള ഈ കാര്യത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളെയും സ്ഥാപിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് ശരിക്കും നമ്മളങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, നമ്മളും ശാസ്ത്രത്തെ അതിനെ ഒരു സുപ്പീരിയറായി കാണുന്നു എന്നുള്ളതാണ്. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡൊമിനന്റ് നരേറ്റീവായി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ ശാസ്ത്രത്തിന്റെ അപ്രമാദിത്വത്തെ നമ്മളും അംഗീകരിക്കുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിൽ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ ഒരു കാര്യത്തിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറയും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് അവിടെയാണ്. കാരണം ശാസ്ത്രത്തെയാണ് നമ്മൾ അവിടെ ഇതിൻ്റെ ഒരു ബേസായിട്ട്, ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത്. അത് പലപ്പോഴും ഒരു കോംപ്ലക്സിൽ നിന്നുകൂടി വരുന്നതാണ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുകൂടി വരുന്നൊരു കാര്യമാണ്. അതായത് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അതിനെന്തോ ഒരു ആധികാരികത ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അതേസമയം ഈ ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്രമാദിത്വത്തെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൊമിനൻസിനെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഒരേ സമയം അതിന് പല ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഒന്ന്, അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വശം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ശാസ്ത്രവും ഇസ്ലാമും എന്ന് പറയുന്നത് വിരുദ്ധ ആശയങ്ങളാണ്, വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വശമുണ്ട്. അവിടെ നമ്മളുടെ ഒരു സ്റ്റാൻഡ് നമുക്കറിയാം, സയൻസും ഇസ്ലാമിനെയും ആ രൂപത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്, സയൻസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, അത് ഒരു ഐഡിയോളജി അല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുമായി സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ താരതമ്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇസ്ലാം സയൻസിനെതിരാണോ? സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ആ മെത്തേഡിനെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ആ മെത്തേഡിന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേരത്തെ TMന്റെ സംസാരത്തിൽ അത് വന്നിട്ടുണ്ട്. അത് ആ രൂപത്തിൽ എംപെരിക്കലായിട്ട് കാര്യങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന, അതിനെ മാത്രം നമ്മൾ ആശ്രയിക്കുമ്പോഴുണ്ടാകുന്ന, അതായത് ശാസ്ത്രീയമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് സത്യത്തിന്റെ അടിസ്ഥാനം എന്ന രൂപത്തിൽ സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ ഒരു വശത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഈ സയൻസ് എന്ന് പറയുന്നത് അത്ര ന്യൂട്രൽ അല്ല. ഇപ്പം ഈ റാഷണാലിറ്റിയെയും സയൻസിനെയും എത്തീസത്തെയും ഒക്കെ പലപ്പോഴും ന്യൂട്രലായിട്ട് ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ നമുക്കറിയാം കൃത്യമായ ഒരു റേഷ്യൽ എലമെന്റ്, ഒരു വംശീയമായ എലമെന്റ് അതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എത്തീസത്തിന്റെ ഇതെടുത്താലും അതുപോലെ റാഷണാലിറ്റി എടുത്താലും ഒക്കെ അതൊരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ട് രൂപം കൊണ്ട ഒരു കാര്യമല്ല. അതിന് കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ കൃത്യമായ ഒരു വെസ്റ്റേൺ ആയ, ഒരു യൂറോപ്യൻ ആയ, ഒരു വൈറ്റ് ആയ, ഇങ്ങനെ തുടങ്ങി ഉള്ള കുറെ ബേസ് അതിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവർ സയൻസിനെ ആ രൂപത്തിൽ ഒരു യൂറോപ്പിൻ്റെ ഒരു വെള്ള വംശീയതയെ സ്ഥാപിക്കാനായിട്ട് സയൻസിനെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പരിണാമത്തിൻ്റെയൊക്കെ സോഷ്യൽ ഡാർവിനിസം എന്ന പേരിലൊക്കെ നമ്മളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പരിണാമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് വെള്ളക്കാരനായ യൂറോപ്യനാണ്. അതുകൊണ്ട് നീഗ്രോകളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, വെള്ളക്കാരല്ലാത്തവരാകട്ടെ, അവരൊന്നും പരിണാമപരമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്താത്തവരാണ്. അതുകൊണ്ട് അവരോട് സ്വീകരിക്കേണ്ട സമീപനത്തിൽ വരുന്ന ഇത്തരം വിഷയങ്ങൾ, അതായത് ഇപ്പോൾ കറുത്തവരെയും അവരെയൊക്കെ അൺസിവിലൈസ്ഡ് ആണ്. അപ്പോൾ അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ശാസ്ത്രീയമാണ് എന്നതാണ് അവര് ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പോ കറുത്ത വർഗക്കാരായ ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന്, ആ നാടുകളെ അധിനിവേശം ചെയ്യുന്നതിന് അവർക്ക് ശാസ്ത്രീയമായ പിൻബലത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നവനാസ്തികരായ ആളുകൾ ഇത്തരം അധിനിവേശങ്ങളെയും ഇത്തരം കോളനിവൽക്കരണങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നത് അതിനെ സയന്റിഫിക് റീസൺ ആണ്, അത് ഡിഫൻസ് ഫോർ റീസൺ എന്ന രൂപത്തിൽ അവരതിനെ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് അത്ര ന്യൂട്രലായ ഒരു കാര്യമല്ല ഈ സയൻസും അതുപോലെ തന്നെ എത്തീസം എന്ന് പറയുന്നത്. അതിന് കൃത്യമായ റേഷ്യലായ വംശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൂടി മുൻനിർത്തിയിട്ടാണ് സയൻസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വിഷയം കൂടി അതിൽ പ്രധാനമാണ്. അപ്പോൾ അതുപോലെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഇസ്ലാമിനോടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത്.
നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്? ഇപ്പോൾ ഈ എത്തീസ്റ്റുകൾ സാധാരണ ചെയ്യാറുള്ളത്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഇത്തരം കുറേ കാര്യങ്ങൾ, അവർ ഇസ്ലാമിനെ മൊത്തത്തിൽ അതിൽ നിന്ന് ഇസ്ലാമിനെ എതിർക്കാൻ പറ്റുന്ന കുറേ പോയിന്റുകൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടൊക്കെ അതിനെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചെയ്യാം. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും അത്തരം ആളുകളുടെ പല ചോദ്യങ്ങളിലും പല കാര്യങ്ങളിലും വരുന്ന അത്തരം ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ അവർ പറയും ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാൽ വെച്ച് കയറണം, ഇസ്ലാം പറയുന്നു വലതുകാൽ വെച്ചാൽ എന്താ ദൈവത്തിന്റെ ഈഗോ ഹട്ടാവോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അത്തരം കുറെ, അതിന്റെ യുക്തി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അവർ ചോദിക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ഇതിനെ ഓരോന്നിനെയും എടുത്ത് അതിന് മറുപടി പറയുമ്പോഴുണ്ടാകുന്ന കുറേ പരിമിതികൾ ഉണ്ടാവും. കാരണം ഇസ്ലാമിനെ ഒരു സാകല്യമായി മനസ്സിലാക്കാതെ, ഇസ്ലാമിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാതെ അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് മാത്രം വിശദീകരിക്കുന്നതിൽ അതിനെ എത്ര വിശദീകരിക്കാനും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ പ്രപഞ്ച വീക്ഷണം, അതിൻ്റെ ദൈവവീക്ഷണം, അതിൻ്റെ പരലോക വീക്ഷണം, ഇതൊക്കെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നീതി എന്ന് പറയുന്നത് ഇസ്ലാം ധാരാളമായി സംസാരിക്കുന്ന ഒരു ആശയമാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇതിലെന്താണ് നീതി എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, പരലോകം വളരെ പ്രധാനമാണ്. അതായത് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ മുൻനിർത്തിയിട്ടാണ് നീതി എന്ന് പറയുന്ന കാര്യത്തെ പോലും നമുക്ക് പലതിലും വിശദീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനെയൊന്നും അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീതിയെക്കുറിച്ചുള്ള ഈ വിശദീകരണങ്ങളൊക്കെ തൃപ്തിയാകൂല. അതുകൊണ്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നതല്ല, കൗണ്ടറായിട്ടുള്ള അത്തരം ക്വസ്റ്റ്യൻസ്, നെറേറ്റീവ്സ് തിരിച്ച്, കാരണം നമുക്കൊരാളോട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്തുള്ള ഒരാളുടെ സ്റ്റാൻഡ് ക്ലിയർ ആവണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഇസ്ലാം വിമർശനങ്ങളോടുള്ള ഡിബേറ്റിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉത്തരം പറയേണ്ടവരും മറ്റുള്ളവർ ചോദ്യം ചോദിക്കേണ്ടതുമാണ് എന്ന് പറയുന്നൊരു പൊസിഷനാണ്. അപ്പുറത്തുള്ളവൻ്റെ പൊസിഷൻ എന്താണ്, ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് കൂടി അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ആ ഡിബേറ്റ് എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ഇപ്പോൾ എത്തീസത്തോടുള്ള ഇത്തരം ഡിബേറ്റുകളോടുള്ള എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഡിബേറ്റുകളിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ നാസ്തികതയെ അല്ലെങ്കിൽ അത്തരം ചർച്ചകളെ ഡിബേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് ടീമുകളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവര് ആ ഒരു ഫീൽഡിൽ അവരാണിത് നിർവഹിക്കുന്നത് എന്നത് മാത്രമല്ല, അത് ഈ എത്തീസത്തോടുള്ള എൻഗേജ്മെന്റ് ഡിബേറ്റിലൂടെ മാത്രമേ രൂപപ്പെടുകയുള്ളൂ എന്ന ഒരു മനസ്സിലാക്കലിൽ പ്രശ്നം ഉണ്ടാവും. ഈ ഡിബേറ്റിലൂടെ മാത്രമല്ല. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാസ്തികത എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വംശീയ ബോധങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പൊ സംഘപരിവാറിനെ നമ്മൾ ഇസ്ലാമോഫോബിയ ധാരാളമായിട്ട് വളർത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേരള പരിസരത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇസ്ലാമോഫോബിയയുടെ ഉൽപാദനം കാര്യമായിട്ട് നടത്തിയിട്ടുള്ളത് ഇത്തരം നാസ്തികരാണ്. അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് സംഘപരിവാർ പലപ്പോഴും ചെയ്യുന്നത് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയക്കെതിരായ പ്രതിരോധം എന്ന് പറയുന്നത് ഈ എത്തീസത്തോടുള്ള എൻഗേജ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ ഈ പറയുന്ന വംശീയതക്കെതിരായ നമ്മളുടെ നേരത്തെ ഇവിടെ TM വിശദീകരിച്ചു. ഈ നാസ്തികതയുടെ എപ്പോഴുമുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് അതീശത്വപരമായ അതിൻ്റെ താല്പര്യത്തിന് ഒത്തു നിൽക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ അധിനിവേശ താല്പര്യത്തിൻ്റെ കൂടെയാണ് ഈ നവനാസ്തികരായ ആളുകൾ മുഴുവൻ നിലകൊള്ളുന്നത്. അവരുടെ പുസ്തകങ്ങളിലൊക്കെയും ഈ പറയുന്ന കാര്യങ്ങളെ, അമേരിക്കയുടെ അധിനിവേശങ്ങളെയൊക്കെ കൃത്യമായി ന്യായീകരിക്കുന്ന ഈ ഫലസ്തീനിലെ ഈ ജനോസൈഡ് അടക്കമുള്ള വിഷയങ്ങളിൽ അത്തരം ആളുകളുടെ കാഴ്ചപ്പാടെടുത്ത് നോക്കിയാൽ അത്തരം അതീശത്വ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ബോധമാണ് അവർക്കുള്ളത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ സവർക്കറെ കുറിച്ച് പറയുന്നത് പോലെ അതാണല്ലോ, അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു എന്നാണ്.
പക്ഷെ സവർക്കർ, നാസ്തികനായ സവർക്കർക്ക് പോലും ഹിന്ദുത്വ എന്ന് പറയുന്നതിനെയും അതുപോലെ ഹിന്ദുമതത്തിന്റെ എലമെന്റിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ വംശീയപരവും അതുപോലെ തന്നെ അതീശത്വപരവുമായ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വംശീയതക്കെതിരായ നമ്മളുടെ ഇടപെടലുകൾ, നമ്മളുടെ എൻഗേജ്മെന്റ്, ഇസ്ലാമോഫോബിയക്കെതിരായ എൻഗേജ്മെന്റ്, അതൊക്കെയും ഈ പറയുന്ന നാസ്തികതയെ പ്രതിരോധിക്കുന്നതിൻ്റെ കൗണ്ടറിന്റെ ഭാഗമായിട്ട് വിശാലമായിട്ട് കൂടി അതിനെ മനസ്സിലാക്കുക എന്നുകൂടി ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ ഇതിന്റെ ഒരു കൗണ്ടറുമായും എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ടും ഇതിന്റെ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ടും ഇത്തരം ഒരു കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.